11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഫോട്ടോസിന്തസിസിന് 2 സ്റ്റേജസ് ആണുള്ളത്. ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫോട്ടോ കെമിക്കൽ ഫേസ്, അതിൽ പ്രകാശത്തിനെ നമ്മൾ ATPയും NADPH ആയിട്ട് മാറ്റുന്നു. അതിനുശേഷം ആ കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്ന രണ്ടാമത്തെ ഇരുണ്ട ഘട്ടം, അവിടെ പ്രകാശത്തിൻ്റെ ആവശ്യം ഇല്ല. പ്രകാശം ഉണ്ടെങ്കിലും നടക്കാം, ഇല്ലെങ്കിലും നടക്കാം. ഇൻഡിപെൻഡൻ്റ് ഓഫ് ലൈറ്റ്, അതിനെയാണ് നമ്മൾ C3 സൈക്കിൾ അഥവാ നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഘട്ടങ്ങൾ ചേരുന്നതാണ് ഒരു ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ. പക്ഷേ പല ചെടികളിലും അവരുടെ ജോഗ്രാഫിക്കൽ, അതായത് ഏത് ഭൂപ്രദേശത്താണ് അവർ അഡാപ്റ്റഡ് ആയിട്ടുള്ളത്, അതനുസരിച്ച് മറ്റ് ചില വേരിയേഷൻസും നമ്മൾ കാണാറുണ്ട്. നമുക്കിനി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശ ശ്വസനം, ഫോട്ടോ റെസ്പിറേഷൻ എന്ന പ്രക്രിയയാണ്. ഇത് ചില പ്ലാന്റ്സിൽ മാത്രം നടക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഡീവിയേഷൻസ് ആണ്. അപ്പോൾ ഫോട്ടോ റെസ്പിറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്വസനം നടക്കുന്നു. അതെങ്ങനെയാണ്? ലൈറ്റിൻ്റെ പ്രസൻസിൽ. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും, ജീവനുള്ളവയെല്ലാം തന്നെ ശ്വസിക്കുന്നുണ്ട്, പ്ലാന്റ്സും ശ്വസിക്കുന്നുണ്ട്. പക്ഷേ പ്ലാന്റ്സിൽ ശ്വസനം കൂടാതെ മറ്റൊരു പ്രക്രിയയും കൂടെ നടക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ഡേ ടൈമിൽ പ്ലാന്റ്സ് കൂടുതലായിട്ടും പ്രകാശ സംശ്ലേഷണമാണ് നടത്തുന്നത്. കാരണം അതിന് ലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറന്തള്ളുന്നൊരു പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. അതേസമയം റെസ്പിറേഷൻ ആണെങ്കിലോ ഓപ്പോസിറ്റ് ആണ്, അല്ലേ? ഓക്സിജനെ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. അതിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ പ്ലാന്റ്സിൽ ത്രൂ ഔട്ട് ഡേ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അതുകൂടാതെ ലൈറ്റ് ഉള്ളപ്പോൾ ഫോട്ടോസിന്തസിസും നടക്കുന്നുണ്ട്. പക്ഷേ ചില പ്ലാന്റ്സിൽ ഒരു അനാവശ്യമായ സൈക്കിളും കൂടി നടക്കുന്നുണ്ട്. ഈ ഫോട്ടോസിന്തസൈസ് ചെയ്യേണ്ട ടിഷ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസിന്തസൈസ് ചെയ്യുന്നതിന് പകരം അവർ ഈ ലൈറ്റിൻ്റെ പ്രസൻസിലും ഒരു റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. കാരണം ഓൾറെഡി റെസ്പിറേഷൻ നടന്ന എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ലൈറ്റിൻ്റെ പ്രസൻസിൽ പിന്നെയും ഒരു ഫോട്ടോ റെസ്പിറേഷൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അനാവശ്യമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇനി ഈ ഒരു സൈക്കിളിൽ ആദ്യം ഉണ്ടാകുന്ന കമ്പൗണ്ടിൽ 2 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. അതൊരു 2 കാർബൺ കമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ റെസ്പിറേഷൻ്റെ മറ്റൊരു പേരാണ് C2 സൈക്കിൾ. നമ്മുടെ യഥാർത്ഥ ഫോട്ടോസിന്തസിസ് സൈക്കിൾ C3 സൈക്കിളാണ്. ഇത് C2 സൈക്കിൾ. ഇതിനെ ഫോട്ടോസിന്തറ്റിക് കാർബൺ ഓക്സിഡേഷൻ സൈക്കിൾ അഥവാ PCO സൈക്കിൾ എന്നും, ഇതിൻ്റെ സബ്സ്ട്രേറ്റ് ഗ്ലൈക്കോലേറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്ലൈക്കോലേറ്റ് മെറ്റാബോളിസം അഥവാ ഗ്ലൈക്കോലേറ്റ് സൈക്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പേരുകളെല്ലാം വ്യക്തമായി മനസ്സിലാക്കി വെക്കണം. ഇനി ഇത് എവിടെയാണ് നടക്കുന്നത്? ഇത് സംഭവിക്കാൻ 3 ഓർഗനൽസ് വേണം. ക്ലോറോപ്ലാസ്റ്റ്, എവിടെയാണ് സാധാരണ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റ് വേണം. പിന്നെ പെറോക്സിസോം എന്ന് പറയുന്നത് സാധാരണയായി സ്റ്റാർച്ച്, പ്രോട്ടീനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഓർഗനലാണ്. അതുകൂടാതെ മൈറ്റോകോൺട്രിയ, റെസ്പിറേഷൻ നടക്കുന്ന മൈറ്റോകോൺട്രിയയും ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ 3 ഓർഗനൽസ് ആണ്. ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം, മൈറ്റോകോൺട്രിയ. ഇനി ഏത് പ്ലാന്റിലാണ് ഇത് നടക്കുന്നത്? സാധാരണ എല്ലാ പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? C3 സൈക്കിൾ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. അത് കൂടാതെയാണ് ഇതും കൂടി നടക്കുന്നത്. ഇത് നടക്കുന്നത് ടെമ്പറേറ്റ് റീജിയനിലാണ്. നമുക്കറിയാം ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുന്നത് കോൾഡർ റീജിയൻ ആണ്, അല്ലേ? അവിടെയുള്ള പ്ലാന്റ്സിലാണ് ഇത് നടക്കുന്നത്. പ്രധാനമായും ബീൻസ്, കോട്ടൺ, റൈസ്, വീറ്റ്, ബാർലിയിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രധാനമായും ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഹൈ ടെമ്പറേച്ചർ, പിന്നെ ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി, അവിടെ ലൈറ്റ് കൂടുതലായി ഓക്സിജനും കൂടുതലുണ്ടെങ്കിലാണ് ഈ ഒരു പ്രക്രിയ സംഭവിക്കുന്നത്. ഇനി ഇതിങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ? 5 കാർബൺ RUBP, അല്ലേ? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ചേരുന്ന പ്രോസസ്സാണ് എന്ത്? കാർബോക്സിലേഷൻ. അത് കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ആരാണത്? റുബിസ്കോ. റുബിസ്കോയുടെ ഫുൾ ഫോം എന്താണ്? റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. അതായത് ആ എൻസൈമിന് 2 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് ഓക്സിജനേഷനും കാറ്റലൈസ് ചെയ്യാൻ പറ്റും, കാർബോക്സിലേഷനും കാറ്റലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് കാറ്റലൈസ് എന്ന് എങ്ങനെ തീരുമാനിക്കും? അപ്പോൾ റുബിസ്കോയ്ക്ക് ഒരു ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. നിങ്ങൾ എൻസൈമിൻ്റെ ബൈൻഡിങ് സൈറ്റ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ? ആ ആക്റ്റീവ് സൈറ്റ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കോമൺ ആണ്. അപ്പോൾ ആരാണോ വന്ന് ബൈൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് ആ റിയാക്ഷൻ കാറ്റലൈസ് ആവും. ഓക്സിജനാണ് ബൈൻഡ് ആവുന്നതെങ്കിൽ ഓക്സിജനേഷൻ നടക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ബൈൻഡ് ആവുന്നതെങ്കിലോ കാർബോക്സിലേഷൻ നടക്കും. അപ്പോൾ സാധാരണ രീതിയിൽ C3 സൈക്കിൾ പ്ലാന്റ്സിലെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമലായിട്ട് C3 സൈക്കിൾ നടന്ന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെമ്പറേറ്റ് റീജിയനിലുള്ള പ്ലാന്റ്സിൽ ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഹൈ ടെമ്പറേച്ചറും ഹൈ ഓക്സിജൻ ഉള്ള സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ആര് കയറി വരും? ഓക്സിജൻ കയറി വരും. അപ്പോൾ റുബിസ്കോയ്ക്ക് രണ്ടുപേരും ഒരുപോലെ. അപ്പോൾ റുബിസ്കോ എന്ത് ചെയ്യും? ഈ RUBPയെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ സഹായിക്കും.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു PGAയും ഒരു ഫോസ്ഫോഗ്ലൈക്കോലേറ്റും കിട്ടും. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 PGA കിട്ടും. ആ 2 PGAയും C3 സൈക്കിൾ അഥവാ ഡാർക്ക് റിയാക്ഷനിൽ കയറിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്ലൂക്കോസ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 2 മോളിക്യൂളിന് പകരം ഒരു മോളിക്യൂളേ കയറുന്നുള്ളൂ. അപ്പോൾ C3 സൈക്കിൾ നടക്കും, പക്ഷെ അത്ര എഫിഷ്യൻ്റ് അല്ല അല്ലേ? പകരം ഒരു അൺവാണ്ടഡ് കമ്പൗണ്ട് ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഫോസ്ഫോഗ്ലൈക്കോലേറ്റ്. അത് ശരിക്കും പ്ലാന്റ്സിന് ആവശ്യമുണ്ടോ? ഇല്ല. വെറുതെ ഒരു 2 PGA ഉണ്ടാകുന്നതിന് പകരം ഒരു PGA ഉണ്ടാക്കിയിട്ട് ഒരു വേണ്ടാത്ത ഒരു ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ് ക്ലോറോപ്ലാസ്റ്റിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ കാർബോക്സിലേഷന് പകരം എന്ത് സംഭവിച്ചു? ഓക്സിജനേഷൻ സംഭവിച്ചു. 2 PGA ഉണ്ടാകുന്നതിന് പകരം ഒരു PGAയും ഒരു അൺവാണ്ടഡ് ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ഉണ്ടായി. ഇനി ഈ ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് ഉടനെ തന്നെ ആ ഫോസ്ഫറസിനെ അങ്ങ് കളയും. നമ്മൾ നേരത്തെ പഠിച്ചു ഫോസ്ഫറസ് ആഡ് ചെയ്യുന്നതാണ് ഫോസ്ഫോറിലേഷൻ അല്ലേ? അപ്പോൾ ഇവിടെ ഫോസ്ഫറസിനെ കളയുന്ന എന്താണ്? ഡീഫോസ്ഫോറിലേഷൻ. ഫോസ്ഫറസിനെ അങ്ങ് കളഞ്ഞിട്ട് ഗ്ലൈക്കോലേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഗ്ലൈക്കോലേറ്റിൻ്റെ വേറൊരു പേര് ഗ്ലൈക്കോളിക് ആസിഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൈക്കോളിക് ആസിഡ് എവിടെ ഉണ്ടായി? ക്ലോറോപ്ലാസ്റ്റിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി ഈ ഗ്ലൈക്കോളിക് ആസിഡ് ക്ലോറോപ്ലാസ്റ്റിൽ നിന്ന് നേരെ പെറോക്സിസോമിലോട്ട് ഡിഫ്യൂസ് ആവും. പെറോക്സിസോമിൽ ചെന്ന് കഴിയുമ്പോൾ അത് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഗ്ലയോക്സിലേറ്റ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോലേറ്റ് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഗ്ലയോക്സിലേറ്റും ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാകും. ഇനി ഈ ഗ്ലയോക്സിലേറ്റ് ഡീഅമിനേഷൻ നടക്കും. അമിനോ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യും, അതാണ് ഡീഅമിനേഷൻ. എന്നിട്ട് ഗ്ലൈസീൻ എന്നൊരു അമിനോ ആസിഡാണ് ഉണ്ടാകുന്നത്. ഇത് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ പെറോക്സിസോമിൽ. ഇനി ഈ ഗ്ലൈസീൻ NAD+, 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലൈസീൻ NAD+ ആയിട്ട് ചേർന്നിട്ട് സെറീൻ എന്നൊരു അമിനോ ആസിഡായിട്ട് മാറും. പ്ലസ് NADH ഉണ്ടാകും, കാരണം ഈ NAD+ റെഡ്യൂസ് NADH ഉണ്ടാകും. കൂടെ കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഫോട്ടോസിന്തസിസ് നടന്നാൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഫിക്സ് ചെയ്യുന്നതിന് പകരം ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ്സ് എന്ന് നമുക്ക് പറയാം. സെറീൻ വിൽ കം ടു പെറോക്സിസോം. പെറോക്സിസോമിൽ വന്നിട്ട് ഹൈഡ്രോക്സി പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. ഈ ഹൈഡ്രോക്സി പൈറുവിക് ആസിഡ് NADH ആയിട്ട് ചേർന്നിട്ട് ഗ്ലിസറിക് ആസിഡും NAD+ ആയിട്ട് മാറുന്നു. എവിടെ വെച്ചിട്ട്? പെറോക്സിസോമിൽ. ഇനി ഈ ഗ്ലിസറിക് ആസിഡ് പെറോക്സിസോമിൽ നിന്ന് നേരെ എങ്ങോട്ട് പോകും? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിലേക്ക് തിരിച്ചു പോകും. അവിടെ വെച്ചിട്ട് ഗ്ലിസറിക് ആസിഡും ATP ആയിട്ട് ചേർന്നിട്ട് PGAയും ADPയും ഉണ്ടാകും. അപ്പോൾ PGA ഉണ്ടാകുന്ന എന്താ? നമുക്ക് റീജനറേഷൻ ഓഫ് RUBP വേണം അല്ലേ? അപ്പോൾ ഈ PGA വീണ്ടും എന്തായിട്ട് മാറും? RUBP ആയിട്ട് മാറും. സോ സൈക്കിൾ വിൽ കണ്ടിന്യൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഫുൾ പാത്വേ NCERT അനുസരിച്ച് പഠിക്കേണ്ടതില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, റുബിസ്കോ ഇവിടെ ഓക്സിജനേഷൻ ആക്ഷനാണ് നടത്തുന്നത്. അതിൻ്റെ ഫലമായി 2 PGAയ്ക്ക് പകരം ഒരു PGAയും ഒരു ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ഉണ്ടാകുന്നു. അപ്പോൾ 2 PGA C3 സൈക്കിളിൽ പോകാത്തത് കൊണ്ട് തന്നെ എഫിഷ്യൻസി ഓൾറെഡി കുറഞ്ഞു. പിന്നെ ഒന്ന്, നമുക്കിവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്നതിന് പകരം കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ATP ഫോം ചെയ്യുന്നതിന് പകരം ATPയെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ അനാവശ്യമായിട്ട് പുറന്തള്ളുന്നു, ATPയെയും ഉപയോഗിക്കുന്നു, എന്നാൽ പുതിയ ATP ഉണ്ടാക്കുന്നുമില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ C2 സൈക്കിളിനെ ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ് എന്ന് പറയുന്നത്. അത് എല്ലാ പ്ലാന്റ്സിലും നടക്കുന്നുണ്ടോ? ഇല്ല. ഓൺലി ടെമ്പറേറ്റ് പ്ലാന്റ്സിൽ ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി, ഹൈ ടെമ്പറേച്ചർ, ഹൈ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഈ സൈക്കിൾ നടക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.